നമസ്കാരം. ഇപ്പം കഥയൊക്കെ അങ്ങ് മാറി ലവ് ജിഹാദിൻ്റെ. ചില പാതിരിമാർ പറയുന്നത് ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ നായർ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നു, മതം മാറ്റുന്നു, ഹിന്ദുവിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. ഈ സുഡാപ്പികൾക്ക് എതിരെ പറയാൻ പേടിയാണ് ഇവർക്ക്, പാതിരിമാർക്ക് പേടിയാണ്. പല ബിഷപ്പിൻ്റെ അരമന വളഞ്ഞത് 20 മിനിറ്റ് കൊണ്ടാണ്. അത് പിന്നെ ബിഷപ്പിനും പേടിയാണ്, എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ഭയമാണെന്ന് കരുതി മറ്റുള്ളവൻ്റെ നെഞ്ചത്തേക്ക് വലിച്ചു കയറേണ്ട കാര്യമുണ്ടോ? ചില പാതിരിമാർ പറയുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു വീട്ടിലെ, നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ പറയുക, ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു ഹിന്ദു പയ്യൻ അല്ലെങ്കിൽ ഈഴവ സമുദായ അംഗമോ അല്ലെങ്കിൽ നായർ സമുദായ അംഗമോ വിവാഹം കഴിച്ചിട്ട് മതം മാറ്റി ഹിന്ദുവാക്കി മാറ്റി, അതായത് നിർബന്ധിച്ച് ഹിന്ദുവാക്കി മാറ്റി, ഭീഷണിപ്പെടുത്തി ഹിന്ദുവാക്കി മാറ്റി കൊണ്ടു നടക്കുന്നുണ്ടോ? ഇല്ല. ആ പെൺകുട്ടി ചിലപ്പോൾ ഇവരുടെ കൂടെ അമ്പലത്തിൽ പോകുമായിരിക്കും, ആ കുട്ടിയുടെ ഇഷ്ടം കൊണ്ട് അമ്പലത്തിൽ പോകുമായിരിക്കും, ചന്ദനക്കുറി തൊടുമായിരിക്കും, സന്ധ്യയ്ക്ക് നാമം ജപിക്കുമായിരിക്കും, ഒക്കെ ചെയ്യുമായിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ നിർബന്ധിച്ച് മർദ്ദിച്ച് മതം മാറിയേ പറ്റൂ, എന്നാലേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞതായി പ്രിയപ്പെട്ട പ്രേക്ഷകർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം. കമൻ്റായി രേഖപ്പെടുത്തിയാൽ മതി. എൻ്റെ പരിചയത്തിൽ 3 or 4 പേരുണ്ട്. ഈഴവരുണ്ട്, 2 ഈഴവരുണ്ട്, ഒരു നായർ പയ്യനുണ്ട്, ഒരു വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട പയ്യനുണ്ട്. അവരൊക്കെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പ്രണയിച്ച്, ദീർഘകാലം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. സസുഖം കുഞ്ഞുങ്ങളുമായി അവർ ജീവിക്കുന്നു. അവരുടെ കൂടെയുള്ളവർ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, വെള്ളിയാഴ്ച അമ്മയുടെ കൂടെ, എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകും, വിളക്ക് കത്തിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. വീട്ടിൽ നാമം ജപിക്കും, വിളക്ക് കൊളുത്തും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞായറാഴ്ച പള്ളിയിലും പോകും. പള്ളിയിൽ ഇവരുടേതായ പ്രത്യേകമായ ചടങ്ങുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കും. ബന്ധുക്കളുടെ വിവാഹവും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോയി പങ്കെടുക്കും. ചന്ദനക്കുറി തൊടും, തൊടാതെ ഇരിക്കും, ഒക്കെ ചെയ്യും. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. അപ്പം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് പ്ലേറ്റ് മാറ്റി ചവിട്ടി സുഡാപ്പികളെ പേടിച്ച് ഇങ്ങനെ നടക്കുന്ന ഈ പരിപാടി അത്ര നല്ലതല്ല പള്ളിയിലച്ചന്മാർക്കും ബിഷപ്പുമാർക്കുമൊന്നും. നിങ്ങൾ വെറുതെ ഇവിടെ ഹൈന്ദവ സമുദായ അംഗങ്ങളുടെ നെഞ്ചത്തോട്ട് കടന്നു കയറരുത്. അഡ്വക്കേറ്റ് കമൽജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ചില ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. അതായത് വീണ്ടും വിദ്വേഷ പ്രസംഗം, ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ ഈഴവ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുക്കുന്നു എന്നാണ് ഫാദർ റോയ് കണ്ണൻചിറ എന്ന പാതിരി പറഞ്ഞിരിക്കുന്നത്. ഈഴവ യുവാക്കൾക്ക് പരിശീലനം കൊടുത്തു വിടുകയാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിയെടുക്കാനായിട്ട്. ഇതൊക്കെ എവിടെ കേട്ടിരിക്കുന്നു? ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത് മനസ്സിലാകുന്നില്ല. ഇവിടെ ഹൈന്ദവ സാമുദായ സംഘടനകളുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർ മിണ്ടാതിരിക്കും. പക്ഷേ മുസ്ലിം സമുദായ സംഘടനകളുടെയും SDPയുടെയും മതഭീകരവാദികളുടെയും ലവ് ജിഹാദുകാരുടെയും ഒക്കെ നെഞ്ചത്ത് കയറിയാൽ വിവരമറിയും. അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. കഷ്ടം തന്നെ കേട്ടോ. പാതിരിമാരുടെ ഈ മാനസികാവസ്ഥ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പോസ്റ്റ്. അവർ ഒരിക്കലും ലവ് ജിഹാദിനെ കുറിച്ചും മതം മാറ്റപ്പെടുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികളെക്കുറിച്ചും ആശങ്കപ്പെടുന്നത് കണ്ടിട്ടേയില്ല. നമ്മൾ ഇന്നലെ അത് പറഞ്ഞു. ക്രിസ്ത്യാനികളായി തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് വിവാഹം കഴിക്കുന്ന ഈഴവ ചെറുക്കന്മാരെ ഓർത്താണ് അവറ്റകൾ ഇന്നും കരയുന്നത്. നമ്മളങ്ങനെ ഈഴവ സമുദായമായാലും ഏത് ഹിന്ദു സമുദായമായാലും വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ ഇഷ്ട മതപ്രകാരവും ഇഷ്ട രീതിക്കും ഒക്കെ തന്നെ ജീവിക്കുക. നമ്മളാരും നിർബന്ധിക്കാറില്ല. അങ്ങനൊരു സംസ്കാരം ഹൈന്ദവ സംസ്കാരത്തിലില്ല, ഹൈന്ദവ രീതികളിലില്ല. കുരിശുയുദ്ധമൊക്കെ നടന്നു എങ്കിലും ആഫ്രിക്കയിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലും ജിഹാദികളുടെ കത്തിക്കും തോക്കിനും ഇരയാകുന്നു എങ്കിലും കേരളത്തിലെ പാതിരിമാർക്ക് ഭയം ചേകവ ചെറുക്കന്മാർ നസറാണി പെമ്പിള്ളേരെ അടിച്ചുകൊണ്ടു പോകുന്നതിൽ മാത്രമാണ്. സെമറ്റിക് സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല, അതോ ഇനി ബഹുദൈവ വിശ്വാസികളോടുള്ള വെറുപ്പാണോ എന്നറിയില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഒരു മാർ യൂസ്ലെസ് അൺകോൺഷ്യസ് പരിഹാസ രൂപേണ പറഞ്ഞതാണ്. ആശങ്കപ്പെട്ടത് ഈഴവ ഓട്ടോ ഡ്രൈവർമാർ അച്ചായത്തി പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ടു പോകുന്നതിനെ കുറിച്ചാണ്. ഇതൊക്കെയാണ് പറയുന്നത്. ആവശ്യമില്ലാതെ അങ്ങ് പറയും. അടിച്ചുകൊണ്ട് പോയാലും അവർ അവരുടെ മതപ്രകാരവും അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരവുമാണ് ജീവിക്കുന്നത്. അതൊക്കെ യഥാർത്ഥ പ്രണയങ്ങളാണ്. ഇതുപോലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്ലാൻ ചെയ്ത പരിപാടിയല്ല. പ്രിയപ്പെട്ട ബിഷപ്പുമാരെ, പ്രിയപ്പെട്ട പള്ളിയിലച്ചന്മാരെ, പറഞ്ഞു വന്നത് ഒറ്റ ഈഴവ ചെറുക്കനും അവൻ്റെ പ്രണയിനിയോട് മതം മാറണം എന്നാവശ്യപ്പെടില്ല. പൂജാമുറിയിൽ ഗുരുവിൻ്റെയും ശിവൻ്റെയും കൂടെ യേശുവിൻ്റെ ഒരു ചിത്രം കൂടി വച്ചു കൊടുക്കാനുള്ള വിശാല മനസ്കത അവർക്ക് ഇന്നുമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ പൂജാമുറിയിൽ പൂജകൾ കഴിക്കുന്ന സ്ഥലത്ത് ശിവൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ദേവിയുടെയും ഒക്കെ ചിത്രത്തിൻ്റെ കൂടെ ഒരു യേശുവിൻ്റെ പടവും അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ പടവും കൂടി വച്ചു കൊടുക്കും, വാങ്ങിച്ച് വച്ചു കൊടുക്കും ഹിന്ദു പയ്യന്മാർ, ഹിന്ദു ചെറുക്കന്മാർ. എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളാൻ പറയും, മെഴുകുതിരി വാങ്ങിക്കൊടുക്കും കത്തിക്കാൻ. അതൊക്കെയാണ് യഥാർത്ഥ പ്രണയവും യഥാർത്ഥ ആ ഒരു
ആ ഒരു ആത്മീയതയും ആ ഒരു പ്രണയവും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഒറ്റ ഈഴവച്ചെറുക്കനും അവൻ്റെ പ്രണയിനിയോട് മതം മാറണം എന്നാവശ്യപ്പെടില്ല, പെട്ടിട്ടുമില്ല. പൂജാമുറിയിൽ ഗുരുവിൻ്റെയും ശിവൻ്റെയും കൂടെ യേശുവിൻ്റെ ഒരു ചിത്രം കൂടി വച്ചു കൊടുക്കാനുള്ള വിശാല മനസ്കത അവർ കൊണ്ടുതാനും. അതുകൊണ്ട് എൻ്റെ ക്രിസ്ത്യൻ പെൺമക്കളെ, ഫ്രസ്ട്രേഷൻ ബാധിച്ച പാതിരിമാരെ നിങ്ങൾ അവഗണിക്കുക. ഒരു മതനിരപേക്ഷ പ്രണയമോ വിവാഹമോ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കരുത്. ഈഴവ ചെറുക്കന്മാരെ നോക്കൂ, നിങ്ങൾക്ക് മതം മാറേണ്ടി വരില്ല. രുചികരമായ പോർക്ക് വിന്താൽ ഉപേക്ഷിക്കേണ്ടി വരില്ല. സർവോപരി സ്വന്തം ജീവനും നഷ്ടമാകില്ല. അതിപ്പോൾ ഈഴവരായാലും ശരി, നായരായാലും ശരി, നമ്പൂതിരി ആയാലും ശരി, വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, അവരാരും ഇത്തരത്തിൽ നിർബന്ധിച്ച് മതം മാറ്റുകയോ അല്ലെങ്കിൽ തൊപ്പിയിടിക്കാൻ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ആര്യസമാജത്തിൽ പോകണമെന്ന് നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യില്ല. ആര്യസമാജം എന്ന് പറയുന്നത് ആൾക്കാർക്ക് തന്നിഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മതം മാറണമെങ്കിൽ അതിനുള്ള ഒരു കേന്ദ്രം മാത്രമാണ്. അല്ലാതെ പൊന്നാനിയിലെ പോലെ വലിച്ചു കൊണ്ടുപോയി മതം മാറ്റുന്ന സ്ഥലമൊന്നുമല്ല അത്. അപ്പം ഹിന്ദു പയ്യന്മാരുടെയും ഹിന്ദു സമുദായങ്ങളുടെയും ഒക്കെ മെക്കിട്ട് കയറാനാണ് പാതിരിമാർ വീണ്ടും തയ്യാറായി വരുന്നത്. അവർക്ക് സുഡാപ്പികളെയും മതഭീകരവാദികളെയും ലവ് ജിഹാദ് പാർട്ടികളെയും ഒക്കെ പേടിയായതുകൊണ്ടാണോ, അതോ ആ കൂട്ടത്തിൽ ഒരു കൊട്ടുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണോ ഈ റോയ് കണ്ണഞ്ചിറയൊക്കെ ഇത് പറയുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു വിഷയം പരിശോധിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. സത്യം ഞാനീ പറഞ്ഞതും അഡ്വക്കേറ്റ് കമൽജിത്ത് എഴുതിയതുമൊക്കെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പാതിരിമാർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.